നവയുഗത്തിൻ രചന ചെയ്യാൻ നവ്യമാമൊരു പൂജ ചെയ്യാം. നവ്യമാമൊരു പൂജ ചെയ്യാം. ക്ഷണികമാമുപവന സുമങ്ങൾ അല്ല വേണ്ടു പൂജനാർത്ഥം. വീണമുത്കട ഭക്തി ശ്രദ്ധ പൂർണ്ണമാനസ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ധ്യായാമോ ധവളാവഗുണ്ഠനവതിം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതിം നന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപേനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാമീശ്വരീം. ധന്യാത്മാക്കളെ, ഈ നമ്മൾ പൂജ ആരംഭിക്കുകയാണ്. കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ മാതൃവന്ദനം പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് കാണാവുന്നത് അച്ഛൻ, അമ്മ, ഇത്തരത്തിലുള്ള സംഘാടകര്, ഇത്രയും ആൾക്കാർ നമുക്ക് കാണുകയുള്ളൂ. ഈ മാതൃവന്ദനം പരിപാടി കാണാനായിട്ട് ശരീരമില്ലാത്ത പലരും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മതലത്തില് ഈ മാതാവിനെ വന്ദിക്കുന്നത് കാണാൻ ദേവകൾ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ല. നിങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശിരസ്സിൽ ആ ദേവവൃഷ്ടി ഉണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കില്ല. കൈതൊഴുത് പിടിക്കുക, എല്ലാവരും കൈതൊഴുത് പിടിക്കുക. ആ സർവ്വദേവതകൾക്കും നമസ്കാരം പറയും, കണ്ണടച്ചു പിടിച്ചുകൊണ്ട്. ഈശ്വര, എപ്പോഴും അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടാവണേ. എൻ്റെ വിജയത്തിലും എൻ്റെ പരാജയത്തിലും അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടാവണേ. അവിടുന്ന് ഈ എളിയ പൂജ സ്വീകരിക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവണേ. മനസ്സ് തുറന്ന് ഈ അന്തരീക്ഷത്തില് അന്തര്യാമിയായിരിക്കുന്ന എല്ലാ ദേവകളോടും പ്രാർത്ഥിക്കുക. അവിടുത്തെ കൃപ എന്നിലേക്ക്, ഞങ്ങളിലേക്ക് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുക. അവരൊക്കെ ഈ യജ്ഞത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ ക്ഷണിക്കുമ്പോൾ ഈ യജ്ഞവേദിയിലേക്ക് ദേവഗണങ്ങളെല്ലാം ഓടിയെത്തും. ആ ദേവതകളുടെ സാന്നിധ്യം മനസ്സിലറിഞ്ഞുകൊണ്ട് എല്ലാവരും കൈതൊഴുത് പിടിച്ചുകൊണ്ട്
അവരവരുടെ ഇഷ്ടദേവതയെ മനസ്സിൽ കാണും. പരമേശ്വരനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ദേവിയാണെങ്കിലും നമ്മൾ ഇഷ്ടമൂർത്തിയെ മനസ്സിൽ കാണുന്നില്ല. നമ്മുടെ അടുത്തേക്ക് ആ ഇഷ്ടമൂർത്തിയെ സാവധാനം നമ്മൾ ആനയിച്ചിരുത്തുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ അമ്മമാരും ആ അമ്മമാരില് നമ്മുടെ ഇഷ്ടമൂർത്തി ആവേശിച്ചതായിട്ട് മനസ്സുകൊണ്ട് ഭാവിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ അമ്മമാരിലും നമ്മൾ ഇഷ്ടമൂർത്തി ആവാഹിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും സാവധാനം കുമ്പിട്ട് രണ്ട് പാദങ്ങളും നമ്മുടെ കൈകൊണ്ട് നമസ്കരിച്ച് അവിടെ ആ മുന്നില് ഭവിഷ്ണരായി എല്ലാവരും അവിടെ ഇരിക്കും. മുന്നിൽ തന്നിരിക്കുന്ന ആ നിലവിളക്ക് നമ്മൾ വസ്ത്രം കത്താതെ മക്കളെ സൂക്ഷിക്കുക. ഈ ഒരു കർമ്മം അതിശ്രേഷ്ഠമായ ഈ ദേവതകളെ ആരാധിക്കുന്ന ഈ കർമ്മം ഭാരതീയമാണ്. ഏതൊരു യജ്ഞസങ്കല്പവും നടക്കുമ്പോഴും ആ യജ്ഞവേദിയിലേക്ക് സകല ദേവതകളെയും നമ്മൾ ക്ഷണിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദേവതാ സങ്കല്പമുണ്ട്. ആ ദേവതാ സങ്കല്പം പോലും നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഈ മാതൃവന്ദനം കാണുന്നതിന് വേണ്ടി നമ്മുടെ ഉണ്ട്. നമ്മുടെ മുൻഭാഗത്തുനിന്ന് അമ്മമാരുടെ പാദത്തിന് അടുത്തുനിന്ന് നിലവിളക്ക് സൈഡിലേക്ക് മാറ്റി വെക്കണം. കുട്ടികളുടെ കൈ തട്ടാതെ അമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് പൂജയ്ക്ക് ഇരിക്കേണ്ടത്. ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഈ പുണ്യം നേടാൻ സാധിക്കുകയുള്ളൂ. അവരവരുടെ അമ്മമാരെ അച്ഛന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ നോക്കേണ്ടതില്ല. എല്ലാവരും നട്ടിൽ നിവർത്തിയിരിക്കുക. കുട്ടികളൊക്കെ ഒരു കാലിന് മുകളിലേക്ക് ഒരു കാല് കയറ്റി വെച്ചിരിക്കാം. സാധിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. സാധിക്കാത്തവര് സുഖാസനത്തിൽ തന്നെ ഇരുന്നാൽ മതി. മക്കള് ആ പ്ലേറ്റ് തന്നിട്ടുണ്ടായും. ആ പ്ലേറ്റ് അമ്മയുടെ കാലിന് ചുവട്ടില് വെക്കുക. ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഇവിടെ നമ്മളൊരു അബദ്ധം ചെയ്ത് ദയവ് ചെയ്ത് ആരും ആ പത്രത്തിൽ കാലുകൊണ്ട് ചവിട്ടരുത്. വിദ്യാദേവതയാണ്. ആ പ്ലേറ്റിൽ കാല് വെച്ചാലും കുഴപ്പമില്ല. പത്രത്തിൽ കാലുകൊണ്ട് ചവിട്ടരുത്. നമുക്ക് അക്ഷരങ്ങള് സരസ്വതിയെ സങ്കല്പമാണ്. അതുകൊണ്ട് അമ്മമാരുടെ കാല് ചുവട്ടിലേക്ക് ആ പ്ലേറ്റ് കുഞ്ഞുങ്ങൾ, ആ തളിക കുഞ്ഞുങ്ങൾ നീട്ടിവെക്കുക. ആ നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു മഹാസങ്കല്പമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വദേവതകളുടെയും സാന്നിധ്യം ഈ അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മളെ ഇഷ്ടമൂർത്തിയായ ദേവിയാവാം. നമ്മളെ അമ്മയെ കാണുക. നമ്മൾ അമ്മയുടെ രണ്ട് പാദങ്ങളും മക്കള് സാവധാനമെടുത്ത് ആ തളികയിലേക്ക് വെക്കുക. കുട്ടികളൊന്ന് ടച്ച് ചെയ്താൽ മതി. അമ്മമാര് കാലെടുത്ത് വെക്കുക. നമ്മുടെ മുന്നിൽ ചന്ദനത്തിന് തന്നിട്ടുണ്ടായിരിക്കും. കത്തിച്ച കുട്ടികൾ ചന്ദനത്തിനെടുത്ത് കയ്യിൽ വെക്കുക. എല്ലാവരും
എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ആ പിന്നിൽ ഇരിക്കുന്ന എല്ലാവരും ഈ സംവിധാനം അവർക്കില്ലെങ്കിലും അവരവരുടെ മാതാവിന്നത് പോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ചെയ്യുക. അത് നമ്മുടെ അമ്മമാർക്കും കിട്ടും. യദ്ഭാവം സദ്ഭവതി, എങ്ങനെ ഭാവിക്കുന്നോ അതുപോലെ ഭവിക്കും എന്നാണ് പറയുന്നത്. ഭാവനയ്ക്കാണ് ശക്തിയുള്ളത്. ആ ചന്ദനത്തിരി കൊണ്ട് അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ, അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ആ പാദം 3 പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണമായിട്ട് ചന്ദനത്തിരി കൊണ്ട്. അച്ഛനും അമ്മയും വരാത്ത കുട്ടികൾ 3ാമത്തെ സ്ഥാനം ഗുരുവിനാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ എന്ന മന്ത്രം മനസ്സുകൊണ്ട് ജപിച്ചാൽ മതിയാകും. അതിനുശേഷം അവിടെ ആ വാഴപ്പോളയിൽ കത്തിച്ച് വയ്ക്കുക, ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഗ്ലാസ്സിൽ തീർത്ഥം തന്നിട്ടുണ്ട്. ആ തീർത്ഥം എല്ലാ കുട്ടികളും എടുത്ത് കയ്യിൽ വെക്കുക. മക്കളൊക്കെ കയ്യിൽ വെക്കുക. അമ്മമാരെ കാണിച്ചു തരും. നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക തീർത്ഥം. നോക്കണേ, നേരത്തെ പറഞ്ഞത് നമ്മുടെ മുന്നിൽ ആസനസ്ഥരായിരിക്കുന്നവർ ഇരിക്കുന്നത് ഓരോ ദേവതകളാണ്. ആ ദേവതയ്ക്കുള്ള പാദപൂജയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മക്കളൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഈ എളിയ പൂജ, ഈ പാദപൂജ സ്വീകരിക്കാൻ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടാവണേ. എൻ്റെ എല്ലാ ജന്മങ്ങളിലുമുള്ള എല്ലാ പുണ്യങ്ങളും ആണ് ഈ തീർത്ഥരൂപത്തിൽ അവിടുത്തെ ശ്രീപാദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് ഭാവിച്ചുകൊണ്ട് കുട്ടികൾ സാവധാനം ആ തീർത്ഥം ധാരയായിട്ട് അമ്മയുടെ പാദത്തിലേക്ക് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് ഒഴിക്കുക. ഒരു മന്ത്രം ജപിക്കാം. ഓം മാതൃദേവോ ഭവ, ഓം മാതൃദേവോ ഭവ, ഓം മാതൃദേവോ ഭവ, ഓം പിതൃദേവോ ഭവ, ഓം പിതൃദേവോ ഭവ. ഇനി നമ്മൾ ആ ഗ്ലാസ് ഒരു ഭാഗത്ത് വെക്കുക. ഇനി സാവധാനം ആ തളിക നമ്മൾ എടുത്ത് നമ്മളെ മുന്നിലേക്ക് വെക്കുക. മക്കളൊക്കെ ആ കാലമ്മമാരെ പൊന്തിച്ചു കൊടുക്കുക. ആ തളിക എടുത്ത് ആ തീർത്ഥം നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ മുന്നിലേക്ക് വലിച്ചു വെക്കുക. നമ്മൾ മുന്നിലേക്ക് വലിച്ചു വെക്കുക എല്ലാവരും. ഇനി ആ ഗ്ലാസ്സിലേക്ക് വീണ്ടും ആ തീർത്ഥം ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെക്കുക. ഇനി കുട്ടികളൊക്കെ ഒന്ന് ഏട്ടൻ നോക്കുക. എല്ലാവരും കാണാവുന്നതാണെങ്കിൽ നമ്മള് തള്ളവിരല്, ഈ ചൂണ്ട് വിരല്, ഇത് ഈശ്വരന്റെ ഭാവമാണ്, ബ്രഹ്മഭാവമാണ്. ഈ തള്ളവിരല്, ഈ ചൂണ്ടുവിരല് നമ്മളാകുന്ന അഹങ്കാരത്തിന്റെ ഭാവമാണ്. ഇത് രണ്ടും കൂടെ ഈ ഈശ്വരന്റെ പാദത്തിലേക്ക് ഈ നമ്മളാകുന്ന ചൂണ്ടുവിരല് ഇങ്ങനെ തട്ടിച്ചു പിടിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട്, കണ്ടോ മക്കൾ? കണ്ടോ? ഈ കുഴി ഇങ്ങനെ പിടിച്ച് ആ ഗ്ലാസ്സിലെ തീർത്ഥം അല്പം എടുത്ത് അതിലേക്ക് ഒഴിക്കുക. അമ്മമാരുടെ പാദപൂജ ചെയ്ത് ആ തീർത്ഥം ഒഴിച്ചു കഴിഞ്ഞവര് ഇനി ശ്രദ്ധിക്കുക. ഈ തീർത്ഥം എൻ്റെ ശിരസ്സില്, എൻ്റെ തലയില്
പാപങ്ങളും ഇതുകൊണ്ട് തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥം സാവധാനം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ പിടിക്കുക. കൈ നോക്കണേ, ഇങ്ങനെ പിടിക്കുന്ന കൈ ഇതേപോലെ തിരിച്ചു പിടിച്ച് ശിരസ്സിലെ സാവധാനം ഒഴിക്കുക. ബാക്കിയുള്ളത് നമ്മളെ ശിഖ ഭാഗത്തിലേക്ക്, ശിരസ്സിന് നമ്മൾ ആ തീർത്ഥം കൊണ്ട് തളിക്കുക. അതിനുശേഷം ആ തളിക വീണ്ടും അമ്മയുടെ മുന്നിൽ വെക്കുക. നമ്മൾ അമ്മമാര് പാദം സാവധാനം ആ തളികയിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും ചന്ദനം കുങ്കുമം ഉണ്ടോ നോക്കുക. ചന്ദനം കുങ്കുമം ഉണ്ടോ നോക്കാം, ഇല്ലേ? ആ ചന്ദനം നമ്മള് ഏത് വിരലുകൊണ്ടാ പൊട്ടു തൊടുക? അല്ലേ, മോതിര വിരലുകൊണ്ടല്ലേ. മോതിര വിരല് ചന്ദനം എടുത്ത് അമ്മയുടെ 2 പാദങ്ങളിലും 2 പൊട്ടു ഇട്ട് കൊടുക്കുക. ചന്ദനം പൊട്ട് തൊട്ട് കഴിഞ്ഞതിന് ശേഷം ആ കുങ്കുമം എടുത്ത് അതിൻ്റെ നടുക്കായിട്ട് പൊട്ടു ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ കുട്ടികൾ നമ്മൾ ആ അടുത്തൊരു തോർത്തുമുണ്ട് തന്നിട്ടുണ്ട്, അത് കുട്ടികളുടെ കൈ കൊടുക്കുക. ആ പാദത്തില് ബാക്കി വരുന്ന ഭാഗത്തുള്ള ഒപ്പിയെടുക്കുക. നമ്മൾ ആ കാലില് നമ്മൾ ഒഴിച്ച തീർത്ഥം സാവധാനം ഒപ്പിയെടുക്കുക. കൈയൊക്കെ തുടച്ച് ആ തോർത്തുമുണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ മുന്നില്, എല്ലാവരുടെ മുന്നിലും ഒരു മാല വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെ മുന്നിൽ ആ മാല എടുത്ത് മക്കളൊക്കെ കയ്യിൽ വയ്ക്കുക. നമുക്ക് അമ്മയുടെ കഴുത്തിലേക്ക് മാല ചാർത്താനുള്ള ഒരു രീതിയിൽ നമ്മൾ മാല കയ്യിൽ പിടിക്കുക. മക്കളൊക്കെ എല്ലാവരും റെഡിയായോ? സാവധാനം മക്കള് എഴുന്നേറ്റ് നിൽക്കുക. അവരവരുടെ അമ്മമാരുടെ ശിരസ്സില് ആഹാരം അണിയിക്കുക. സ്നേഹപൂർവം ആ 2 കൈയും തൊഴുതു പിടിക്കുക. അമ്മയുടെ മുന്നില് മക്കൾ 2 കൈയും തൊഴുതു പിടിക്കുക. അമ്മയോട് പ്രാർത്ഥിക്കുക. നമ്മളെ പെറ്റമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, ഈ കുഞ്ഞ് അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മേ അവിടുന്ന് ക്ഷമിച്ചാലും ഈ പുത്രനെ, ഈ പുത്രിയെ വാനോളം ഉയർത്താൻ അമ്മയ്ക്കേ സാധിക്കൂ. അമ്മയുടെ മുഖത്ത് നോക്കി മക്കളൊന്ന് പ്രാർത്ഥിക്കുക. മുഖത്തേക്ക് ഒന്ന് നോക്കുക. ഏട്ടനത് പറയാൻ കാരണം അമ്മമാരുടെ ദൃഷ്ടിയാണ് മക്കളുടെ രക്ഷ. അമ്മമാരുടെ അനുഗ്രഹമാണ് മക്കളുടെ രക്ഷ. ഇനി അതാ സ്ഥാനത്ത് നമ്മൾ നമസ്കരിച്ച് ഇരിക്കുക. ഇനി നമുക്ക് കുറച്ച് പുഷ്പം തന്നിട്ടുണ്ട്. ആ പുഷ്പം നമ്മളെ മുന്നിലേക്ക് എടുത്തിരിക്കുക. എല്ലാ കുട്ടികളുടെ കയ്യിലും പുഷ്പം നമ്മളെന്ന് കരുതുന്നു. കയ്യിലില്ലാത്ത കുട്ടികൾ അടുത്ത കുട്ടികളടുത്ത് നിന്ന് ഒന്ന് ഷെയർ ചെയ്തിട്ട്
അവർക്കും കൂടെ കൊടുത്തിട്ട് പൂജ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കയ്യിൽ, ഇടത് കയ്യിൽ അല്പം പുഷ്പം എടുക്കുക. നമ്മളൊക്കെ കുട്ടികൾ ഇടത് കയ്യിൽ ഒരു പിടി പുഷ്പം എടുക്കുക. ഇനി നമ്മൾ ആ മാതൃദേവതയ്ക്കുള്ള ഒരു അർച്ചനയാണ് ചെയ്യാൻ പോകുന്നത്. മനസ്സിൽ ദേവിയായിട്ട് അമ്മയെ കണ്ടുകൊണ്ട് ഇവിടെ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ അത് ഏറ്റു ജപിച്ചുകൊണ്ട് ആ പുഷ്പം അമ്മയുടെ പാദത്തിലേക്ക് സമർപ്പിക്കണം. എല്ലാവരും ഓം ശ്രീമാത്രേ നമഃ. എല്ലാവരും ജപിക്കുക. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. പുഷ്പം അർപ്പിക്കുക. ഓം ശ്രീമാത്രേ നമഃ. 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 എല്ലാവരും കൈ തൊഴുത് പിടിക്കുക. കണ്ണടച്ചുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കുക. ഞാൻ ഈ ചെയ്ത പൂജ അമ്മേ അവിടുന്ന് സ്വീകരിക്കണേ. സർവ്വവിധ പാപങ്ങളിൽ നിന്നും അമ്മ എന്നെ രക്ഷിക്കണേ. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്മയിൽ നിന്ന് ഒരു പ്രാർത്ഥന നമ്മളിലേക്ക് വരാം. മക്കളെയൊക്കെ അമ്മമാര് ഒന്ന് അനുഗ്രഹിക്കുക. അവരുടെ ശിരസിലെല്ലാം അമ്മമാരൊന്ന് കൈവയ്ക്കുക. രണ്ട് കൈയും വയ്ക്കുക. മക്കളൊന്ന് കുനിഞ്ഞ് കൊടുക്കുക. കുനിഞ്ഞിരുന്ന് കൊടുക്കുക. ആ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു അനുഗ്രഹ പ്രഭ നമ്മളിലേക്ക് വരുന്നതായിട്ട്, ഒരു പ്രകാശം അമ്മയുടെ കയ്യിൽ നിന്നും നമ്മുടെ ശിരസിലേക്ക്, നമ്മുടെ തലയിലേക്ക് വരുന്നതായിട്ട് ഭാവിക്കുക. അമ്മയുടെ അനുഗ്രഹം എത്ര ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ. ഇങ്ങനെ എന്നും അനുഗ്രഹിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒരു കുട്ടികളും വഴിപഴക്കില്ല. സാവധാനം കൈയെടുക്കുക. എല്ലാ കുട്ടികളും മുട്ടുകൂത്തി ഒന്ന് അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുക. ദീപം ശ്രദ്ധിക്കണം. നമസ്കരിച്ച് കഴിഞ്ഞവര് സാവധാനം എഴുന്നേറ്റ്, അവിടെ നമ്മൾ മധുരം വെച്ചിട്ടുണ്ട്. ആ മധുരം കയ്യിലെടുക്കുക. നമ്മൾ കൽക്കണ്ടം കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു 1-2 പീസ് നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് എല്ലാവരും അവരവരുടെ അമ്മമാരുടെ വായിൽ, ദേവതകളുടെ വായിൽ വെച്ച് കൊടുക്കുക. ആ സങ്കല്പത്തോട് കൂടിയിട്ട് അമ്മമാരുടെ വായിൽ വെച്ചു. ഇനി എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അമ്മമാരവിടെ ഇരിക്കുക. അതിശ്രേഷ്ഠമായ ഒരു മുഹൂർത്തത്തിനാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ അനുഗ്രഹിച്ച് എവിടെ പോയാലും നമ്മുടെ കുട്ടികൾ ഇനി തളരില്ല. ഒരു സാഹചര്യത്തിലും എൻ്റെ കുട്ടി തളരില്ല. എൻ്റെ അനുഗ്രഹമുണ്ട്, എൻ്റെ പ്രാർത്ഥന എൻ്റെ കുട്ടികൾക്കുണ്ട്. അമ്മമാർക്ക് മനസ്സ് നിറഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള ചടങ്ങ് എല്ലാ കുട്ടികളും അവരുടെ അമ്മമാരെ
കെട്ടിപ്പിടിച്ച അമ്മമാർ ഒരു ഉമ്മ കൊടുക്കുക. എല്ലാവരും സാവധാനം അതാ സ്ഥാനത്ത് വന്നിരിക്കുക. നമ്മുടെ പൂജയുടെ പരിസമാപ്തി എന്ന നിലയിൽ നമ്മുടെ പൂജ മാതൃവന്ദനം അതിൻ്റെ പരിസമാപ്തി എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ ഒരു വാഴപ്പോള വെച്ചിട്ടുണ്ട്. കുട്ടികൾ കാണാൻ പറ്റും. ആ വാഴപ്പോളയിൽ നിന്ന് ചന്ദനത്തിരി എടുത്ത് മാറ്റി കർപ്പൂരം തന്നിട്ടുണ്ട് എന്ന് കരുതുന്നു. കുട്ടികൾക്ക് അമ്മമാർ കത്തിച്ചു കൊടുക്കണം. ആ വാഴപ്പോളയിൽ വെച്ചിട്ട് കർപ്പൂരം കത്തിക്കുക. എന്നിട്ട് കുട്ടികൾ അമ്മമാരിരിക്കുന്ന അമ്മമാരുടെ ശിരസ്സിന് പ്രദക്ഷിണമായിട്ട് 3 പ്രാവശ്യം ആരതി ഒഴിയുക. ഓം ശ്രീമാത്രേ നമഃ, 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 ഓം ഹൃദീശ്വരീ. ഇനി നമ്മൾ ആ ബാക്കിയുള്ള പുഷ്പം അല്പം കയ്യിലെടുത്ത് നമ്മൾ ചിരാതെ എടുത്ത് കയ്യിലേക്ക് മാറ്റി വയ്ക്കുക. ആ വാഴപ്പോളം എടുത്ത് കയ്യിൽ പിടിച്ച് വലത് കയ്യിൽ അല്പം പുഷ്പം എടുത്ത് ആ ദീപത്തിന് ഒരു പ്രാവശ്യം നമ്മൾ ഒഴിയുക. അമ്മയുടെ ഇതിലേക്ക് സമർപ്പിക്കുക. കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന വെറ്റിലയുണ്ട്. ആ വെറ്റില എല്ലാവരും അതിൻ്റെ ആ നാക്ക് ഭാഗം കുട്ടികളുടെ നേരെ തിരിച്ചു വയ്ക്കുക. അതിൽ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദക്ഷിണ ആ വെറ്റിലയിൽ വെച്ച് കുട്ടികളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. സാവധാനം കുമ്പിട്ടുകൊണ്ട് അമ്മയുടെ തൃപ്പാദത്തിലേക്ക് ആ ദക്ഷിണ സമർപ്പിക്കുമെന്ന്. ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീമാത്രേ നമഃ. എല്ലാവരും അതാത് സ്ഥാനത്ത് തന്നെ കുട്ടികളെ നമസ്കരിച്ച് സ്റ്റേജിന് അഭിമുഖമായിട്ട് സ്റ്റേജിലേക്ക് തിരിഞ്ഞ് അല്പസമയം ഇരിക്കുക. കുട്ടികൾ കഴിയുന്നത് മറ്റു കുട്ടികളെ സ്പർശിക്കാതെ ഒരു 2 മിനിറ്റ് നേരം എല്ലാവരും അനങ്ങാതിരിക്കുക. എത്ര കുട്ടികൾക്ക് ഇളകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ 2 വിരല് തള്ളവിരല് അതിൻ്റെ ചുവട്ടിലേക്കായിട്ട് നമ്മൾ ചൂണ്ടുവിരൽ വെച്ച് 2 കാൽമുട്ടിലേക്കും വെച്ചതിന് ശേഷം നട്ടെല്ല് നിവർത്തി നമ്മൾ ധ്യാനിക്കാനിരിക്കുക. ശേഷവും അല്പസമയം ആ ശാന്തത നുകർന്നുകൊണ്ട് ആ പൂജാസ്ഥലത്ത് നമ്മൾ ഇരിക്കണം. അമ്മമാര് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണടച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഈശ്വര
അവിടുത്തെ കയ്യിലാണ്. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് അവനെ നന്മയിലേക്ക് അവിടെ നയിക്കണേ. വേണ്ട അറിവ് കൊടുത്തുകൊണ്ട്, വിവേകം കൊടുത്തുകൊണ്ട് എൻ്റെ കുട്ടിയെ അവിടുന്ന് ശ്രദ്ധിച്ചു വന്നത്. ഈ പഠനത്തിലൂടെ ഈശ്വരൻ അറിയാൻ കൂടി എൻ്റെ കുട്ടി പഠിക്കണം. എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇടവും വലവും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികളും ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് അവനെ നോക്കുക. ഈ വലത് കൈ ശിരസ്സിന് മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് സാവധാനം കണ്ണടച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. വലത് കൈ ആണ് തലയിൽ വെക്കേണ്ടത്. ചിന്തിക്കുക, ഈ കൈയെ ഈശ്വരൻ്റെ കൈയാണെന്ന് ഭാവിക്കുക, നമ്മുടെ അമ്മയുടെ കൈയാണെന്ന് ഭാവിക്കുക. കണ്ണടച്ചുകൊണ്ട് ആ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് മനസ്സുകൊണ്ട് ഭാവിക്കണം. സാവധാനം കൈയെടുക്കുക. രണ്ട് കൈയും തൊഴുത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സമ്പ്രദായമുണ്ട്. നമ്മൾക്ക് മാത്രമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ജ്ഞാനമാർഗത്തിലേക്കും മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്കും ഉയരുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായമാണ് നമ്മൾ. ആ മന്ത്രമെല്ലാം എല്ലാവരും ഏറ്റുചൊല്ലിക്കുക. അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈ സാവധാനം എല്ലാവരും കണ്ണു തുറക്കുക. നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ആ പുഷ്പമൊക്കെ ആ ഇലയിൽ നമ്മൾ പൊതിയ അമ്മമാർ കാല് മാറ്റി ആ ദക്ഷിണ നമ്മൾ അതിനുശേഷം കൂടെ നമ്മുടെ നിലവിളക്കിനടുത്തൊരു സംവിധാനം ചെയ്യുന്നുണ്ടാവും. ഈ പൂജയ്ക്ക് ശേഷം നമ്മളവിടെ അത് സമർപ്പിക്കേണ്ടതാണ്. ആ വെറ്റില ദക്ഷിണയ്ക്ക് കയ്യിൽ വയ്ക്കുക. ആ പുഷ്പം ആരും ചവിട്ടരുത്. മന്ത്രം അടങ്ങിയിട്ടുള്ളതാണ്. ആ പത്രത്തിലും ദയവ് ചെയ്ത് ആരും കാല് വയ്ക്കരുത്. ദേവി 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 ജഗന്മോഹിനി
ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി ചാമുണ്ഡേശ്വരി അംബികേ ദേവി ചാമുണ്ഡേശ്വരി അംബികേ ദേവി ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി ചാമുണ്ഡേശ്വരി അംബികേ ദേവി ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി ചണ്ഡികാദേവി ചണ്ഡമുണ്ഡഹാരിണി